Hi all, welcome to Competitive Cracker. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ജോഗ്രഫി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ്? തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലേ, അതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്: ഐസോഹെൽ, ഐസോബാർ, ഐസോനെഫ് ആൻഡ് ഐസോബാർ. ഇതിൽ ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ വേഗം എല്ലാ ആൻസേഴ്സും കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഐസോബാർ ആണ് അല്ലെ. ഓപ്ഷൻ ബി ഐസോബാർ ആണ് നമ്മുടെ തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഐസോഹെൽ എന്താണ്, ഐസോനെഫ് എന്താണ്, ഐസോബാത്ത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട സാങ്കല്പിക രേഖയും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഐസോബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈക്വൽ ഡെപ്ത് അണ്ടർ വാട്ടർ അല്ലെ, അതായത് ഒരേ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ, അണ്ടർ വാട്ടറിൽ ഒരേ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? ഐസോബാത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബാത്ത് എന്നുള്ള കീവേഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഐസോഹലൈൻ? ഐസോഹലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഹലൈൻ എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് സലൈനിറ്റി ഈക്വൽ ആയിട്ട് കിടക്കുന്ന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖേനെയാണ് നമ്മൾ ഐസോഹലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സലൈനിറ്റി, ഹലൈൻ എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് ഐസോഹെൽ ആണ്. ഐസോഹെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് സൺഷൈൻ കിട്ടുന്ന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോഹെൽ എന്ന് വിളിക്കുന്നത്. ഹെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരകം അല്ലെ. അപ്പം നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, നരകത്തിൽ ഭയങ്കര ചൂടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ. അപ്പൊ സൺഷൈൻ, ചൂട്, അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പം ഈക്വൽ എമൗണ്ട് ഓഫ് സൺഷൈൻ കിട്ടുന്ന പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖനെയാണ്, സാങ്കല്പിക രേഖനെയാണ് നമ്മൾ ഐസോഹെൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐസോഹ്യൂം എന്തായിരിക്കും? അതും നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഹ്യൂം എന്നുള്ള വേർഡിൽ തന്നെ കിട്ടും. ഐസോഹ്യൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ലൈൻ റെപ്രസെന്റിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഹ്യൂമിഡിറ്റി ഉള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ഐസോഹ്യൂം എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഐസോഹൈറ്റ് അല്ലെ. ഐസോഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ലൈൻ റെപ്രസെന്റിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ പെർസിപ്പിറ്റേഷൻ ആണ്. ഹൈറ്റ് എന്ന് ഓർക്കുക, ഹൈറ്റിൽ നിന്നാണ് മഴ പെയ്യുന്നത് അല്ലെ. അപ്പം ഈക്വൽ പെർസിപ്പിറ്റേഷൻ ഉള്ള പോയിന്റ്സിനെ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഐസോഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്താണ് ഐസോനെഫ്. ഐസോനെഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലൗഡ് കവർ ഉള്ള മേഖലകളെയാണ് നമ്മൾ ഐസോനെഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഐസോ ലൈൻസുകൾ ഏതൊക്കെയാന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. സെക്കൻഡ്, റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് തേർഡ്, ഖാരിഫ് സീസൺ മൺസൂണുമായി ഒത്തുപോകുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ: ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് കീവേഡ്? ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഖാരിഫ് സീസൺ മൺസൂണുമായി ഒത്തുപോകുന്നു. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രധാനപ്പെട്ട സീസൺസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. നമുക്ക് പ്രധാനമായിട്ടും 3 അഗ്രികൾച്ചറൽ സീസൺസ് ആണ് ഉള്ളത്. അത് ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ് എന്ന് പറയുന്നത്. ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മന്ത് വരെ, ആ ഒരു ടൈം പീരീഡിൽ വരുന്ന സീസൺ ആണ് ഖാരിഫ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ ക്രോപ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, റൈസ്, കോട്ടൺ, ബജ്ര, മൈസെ, ജോവർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ക്രോപ്പുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ടേബിളിൽ നോർത്തേൺ സ്റ്റേറ്റിലും സദേൺ സ്റ്റേറ്റിലും ഏതൊക്കെ ക്രോപ്പ് ആണെന്നുള്ളത്
ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോളുക. അടുത്ത സീസണാണ് റാബി. റാബി സീസണിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ടിട്ട് മാർച്ച് വരെയുള്ള ആ ഒരു കാലയളവാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, ഗ്രാം, മസ്റ്റർഡ്, ബാർലി തുടങ്ങിയ ക്രോപ്പുകളാണ്. അതുപോലെ തന്നെ സെയ്ദ് എന്ന് പറയുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ ക്രോപ്പുകളാണ്. ഈ സീസണിൽ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ 3 സീസൺസും ഈ സീസൺസിന്റെ ഒരു കാലയളവും അതുപോലെ തന്നെ ഈ ഒരു സീസൺസിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ക്രോപ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് തരം പാറകളാണ് അവയുടെ ഉദാഹരണവുമായി ശരിയായി പൊരുത്തപ്പെട്ടിട്ടുള്ളത്? റോക്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ് റോക്സ്. റോക്സ് എന്നുള്ള മേഖലയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നോക്കിക്കേ. ആഗ്നേയശില ബസാൾട്ട്, അവസാദശില സ്ലേറ്റ്, രൂപാന്തരശില മാർബിൾ. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്. മൂന്നും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോക്സുമായി ബന്ധപ്പെട്ടിട്ട് റോക്സ് പഠിക്കുമ്പോൾ ഓരോ റോക്കുകളും എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് 3 types ഓഫ് റോക്സ് ആണുള്ളത്. ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്സ് ആൻഡ് സെഡിമെന്ററി റോക്സ്. ഈ 3 റോക്കുകളുടെയും ഓരോ സവിശേഷതകളും അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു സ്ലൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് രൂപാന്തരം സംഭവിച്ച റോക്കുകളുടെ ഒരു ലിസ്റ്റാണ്. അതായത് മെറ്റാമോർഫിസം സംഭവിച്ച റോക്കുകളുടെ ലിസ്റ്റാണ്. ക്ലേ എന്തായിട്ട് മാറുന്നു? രൂപാന്തരം സംഭവിച്ചിട്ട് സ്ലേറ്റ് ആയിട്ട് മാറുന്നു, സ്ലേറ്റ് ഷിസ്റ്റ് ആയിട്ട് മാറുന്നു, ഗ്രാനൈറ്റ് നീസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ സാൻഡ്സ്റ്റോൺ എന്തായിട്ടാണ് മാറുന്നത്? ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ലൈംസ്റ്റോൺ ആണ് എന്തായിട്ട് മാറുന്നത്? ലൈംസ്റ്റോൺ ആണ് മാർബിൾ ആയിട്ട് മാറുന്നത്. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് മേഖലകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ശരിയായ ജോഡി കണ്ടെത്തുക. അതായത് ഇതും മാച്ച് ദ ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയ മടക്കു പർവ്വതം, വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം, ആരവല്ലി ഗണ്ഡപർവ്വതം, ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ശരിയായതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? വേഗം ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 1 and 4. അതായത് 1ാമത്തതും 4ാമത്തതുമാണ് ശരി. നമുക്കറിയാം ഹിമാലയ എന്താണ്? മടക്കു പർവ്വതം അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ഇത് ശരിയാണല്ലേ. അതുപോലെ തന്നെ ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതമാണ്, വോൾക്കാനിക് മൗണ്ടെയിൻസ് ആണ് അല്ലെ. അപ്പൊ ഈ 2 എന്തായിരിക്കും? വിന്ധ്യ സത്പുരയും ആരവല്ലിയും. ഇത് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. വിന്ധ്യ സത്പുര എന്ന് പറയുന്നത് ഒരു ഗണ്ഡപർവ്വതവും അതുപോലെ തന്നെ ആരവല്ലി എന്ന് പറയുന്നത് എന്താണ്? ഒരു അവശിഷ്ട പർവ്വതവുമാണ് അല്ലെ. അപ്പം ഈ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് പോവുക. ഫോൾഡ് മൗണ്ടെയിൻസിന് എക്സാമ്പിൾസും അതുപോലെ തന്നെ റെസ്യൂജറി മൗണ്ടെയിൻസിന് എക്സാമ്പിൾസും നമ്മുടെ ബ്ലോക്ക് മൗണ്ടെയിനും വോൾക്കാനിക് മൗണ്ടെയിൻസിനൊക്കെ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ചാർട്ടിൽ പ്രധാനപ്പെട്ട മൗണ്ടെയിൻസും അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഫോൾഡ് മൗണ്ടെയിൻസ്, ഹിമാലയ, ആൽപ്സ്, അതുപോലെ റോക്കീസ് ഒക്കെ എന്താണ്? ഫോൾഡ് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണ്. ബ്ലോക്ക് മൗണ്ടെയിന് എക്സാമ്പിൾ ആണ് നമ്മുടെ വോസാജസ്, ബ്ലാക്ക് ഫോറസ്റ്റ്, റൈൻ വാലി തുടങ്ങിയവയൊക്കെ. ഇനി നമ്മുടെ വോൾക്കാനിക് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണ് കിളിമഞ്ചാരോ, മൗണ്ട് ഫ്യൂജി, മോണാലോ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയുടെ അന്തരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്? ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്നുള്ള ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. അടുത്തത്, ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. അടുത്തത് നോക്കിക്കേ. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 4 ആണ്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ്. ദാറ്റ് ഈസ് ഭൂവൽക്കത്തിന്റെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം, അതായത് നമ്മുടെ ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു?
കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഭാഗത്തിന് എന്ത് വിളിക്കും? സിയാൽ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് അതിന് സിയാൽ എന്ന് വിളിക്കുന്നത്? അവിടെ സിലിക്ക ആൻഡ് അലൂമിനിയം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോണ്ടിനെന്റിന്റെ ഭാഗത്തിന് സിയാൽ എന്ന് വിളിക്കുന്നത്. അടുത്തത് നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെ. ഓഷ്യാനിക് ക്രസ്റ്റിനെ വിളിക്കുന്നത് കടൽത്തറ ഭാഗം, അതായത് കടൽത്തറ ഭാഗത്തിന് വിളിക്കുന്നത് സിമ എന്നാണ്. എന്തുകൊണ്ടാണ് സിമ എന്ന് വിളിക്കുന്നത്? അവിടെ സിലിക്ക ആൻഡ് മഗ്നീഷ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അതിന് സിമ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദ എർത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ക്രസ്റ്റിന്റെ 2 ടൈപ്പുകളും അതുപോലെ തന്നെ മാന്റിലിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കോറിന്റെ 2 ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇതിനിടയിലുള്ള വിച്ഛിന്നതകൾ. ഇതിനിടയിലുള്ള ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൊണോഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റിന് ഇടയിലുള്ള വിച്ഛിന്നതയാണ് കൊണോഡ് വിച്ഛിന്നത എന്ന് പറയുന്നത്. അടുത്തത് മൊഹോറിക് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഇത് ആർക്കൊക്കെ ഇടയിലുള്ളതാ? ലോവർ ക്രസ്റ്റിനും അപ്പർ മാന്റിലിനും ഇടയിലുള്ള വിച്ഛിന്നതയാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അടുത്തത് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അത് അപ്പർ മാന്റിലിനും അതുപോലെ തന്നെ നമ്മുടെ ലോവർ മാന്റിലിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഗുട്ടൻസ്ബർഗ് ആണ് അല്ലെ. ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ലോവർ മാന്റിലിനും ഔട്ടർ കോറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഗുട്ടൻസ്ബർഗ്. ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ആർക്കിടയിലുള്ളതാ? നമ്മുടെ ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഈ ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഈ ഡിസ്കണ്ടിന്യൂറ്റീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. CM റെഗൂൾ എന്ന് ഓർത്താൽ മതി. CM റെഗൂൾ. അതിൽ C എന്ന് പറയുന്നത് കൊണോ ഡിസ്കണ്ടിന്യൂറ്റി, M എന്ന് പറയുന്നത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി, RE റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി, GU എന്ന് പറയുന്നത് ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ലാസ്റ്റ് വൺ L എന്ന് പറയുന്നത് എന്താണ്? ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഇങ്ങനെ ഒരു കോഡൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുക. ഇത് എന്തായാലും PSC ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ അന്തരീക്ഷ ഘടനയും അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മിസോസ്ഫിയർ ഓസോൺ പാളി എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ B 1 and 2 ആണ്. ആദ്യത്തതും രണ്ടാമത്തതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിലാണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ അയണോസ്ഫിയറിലാണ് അല്ലെ റേഡിയോ തരംഗങ്ങളും കാര്യങ്ങളും ഉള്ളത്. അപ്പം ഇത് രണ്ടും കറക്റ്റ് ആണ്. ഈ ഒരു ഭാഗത്തു നിന്നും ഓരോ അന്തരീക്ഷ പാളികളും എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഓരോ അന്തരീക്ഷ പാളിയുടെയും സവിശേഷതകളും കാര്യങ്ങളെല്ലാം പഠിച്ചു പോവുക. നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഏതാ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ കാണപ്പെടുന്നതാണ് ഓസോൺ പാളി അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും നിങ്ങൾ കൃത്യമായി തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പോവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്നാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം, നോർത്തേൺ പ്ലെയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് എത്ര മേഖലകളുണ്ട്, എത്ര ഫിസിക്കൽ ഡിവിഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓരോ ഫിസിക്കൽ ഡിവിഷൻസിന്റെയും പ്രധാനപ്പെട്ട ഓരോ ഫീച്ചേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഫിസിക്കൽ ഡിവിഷൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തര പർവ്വത മേഖല, അതായത് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം, ഹിമാലയാസിന്റെ ഒക്കെ മേഖലയും അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PSC ഇപ്പൊ അടുത്തിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ദേശീയ ജലപാത 3 ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ B സാദിയ ടു ധൂബ്രി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആദ്യത്തെ 6
ദേശീയ ജലപാതകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, നാഷണൽ വാട്ടർവേ 1 അല്ലെങ്കിൽ ദേശീയ ജലപാത 1 ഏതാ റൂട്ട് നോക്കിക്കേ, അലഹബാദ് ടു പ്രയാഗ്രാജ് ആണ് അല്ലെ. അലഹബാദ് ആണ്, അലഹബാദ് ടു ഹാൽദി ആണ്. ഇതിന്റെ റിവർ എന്ന് പറയുന്നത് ഏതാ, ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ആ ഒരു റിവർ സിസ്റ്റത്തിലാണ് നമ്മുടെ നാഷണൽ വാട്ടർവേ 1 ഉള്ളത്. ഇനി നാഷണൽ വാട്ടർവേ 2 ഉള്ളത് എവിടെയാ, ധൂബ്രി ടു സാദിയ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. ധൂബ്രി ടു സാദിയ ആണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട റിവർ ബ്രഹ്മപുത്ര റിവർ ആണ് അല്ലെ. ബ്രഹ്മപുത്ര റിവറിലാണ് ഇതുള്ളത്. അടുത്തത് നാഷണൽ വാട്ടർവേ 3 ആണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, നാഷണൽ വാട്ടർവേ 3 തന്നെയാണ്. കാരണം എന്താ, ഇതിന്റെ റൂട്ട് നിങ്ങൾ നോക്കിക്കേ, കോട്ടപ്പുറം ടു കൊല്ലം ആണല്ലേ. ഓക്കെ, കോട്ടപ്പുറം ടു കൊല്ലം ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ. അടുത്തത് നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് കാക്കിനാട് ടു പുതുച്ചേരി ആണ്. ഇതിന്റെ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ റിവേഴ്സ് ആണ്. സോ അടുത്തത് നാഷണൽ വാട്ടർവേ 5 ആണ്, താൽച്ചർ ടു ധാംറ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട റിവേഴ്സ് ബ്രാഹ്മണി, അതുപോലെ തന്നെ മഹാനദി ഡെൽറ്റ, ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു നാഷണൽ വാട്ടർവേ 5 നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അടുത്ത നാഷണൽ വാട്ടർവേ 6 ആണ്. ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ലഖിപൂർ ടു ബാങ്ഖയാണ്. ബറാക്ക് റിവർ സിസ്റ്റത്തിലാണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ നിങ്ങൾ ഈ നാഷണൽ വാട്ടർവേസ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് നാഷണൽ വാട്ടർവേ 3 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9, കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ 2 തീരസമതലങ്ങളും ഉണ്ട് അല്ലെ. കിഴക്കൻ തീരസമതലവും ഉണ്ട്, അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമതലവും ഉണ്ട്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് താരതമ്യേന വീതി കുറവാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. 4 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഇതിൽ ഏതൊക്കെയായിരിക്കും ശരിയായ സ്റ്റേറ്റ്മെന്റ്സ്? നമുക്ക് ആൻസർ നോക്കിയാലോ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 3 and 4 ആണ്. അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് വെക്കാം. നോക്കിക്കേ, കിഴക്കൻ തീരസമതലങ്ങളിലാണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത് അല്ലെ. അതെ, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കിഴക്കൻ തീരസമതലം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സുന്ദർബാൻ ഡെൽറ്റാസ് ഒക്കെ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ എന്തായിരിക്കും കാണപ്പെടുന്നത്? അവിടെ ഡെൽറ്റാസ് അല്ല കാണപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് എസ്റ്റുറീസ് ആണ്. ഓക്കെ, അപ്പം ഇതിലെ ഒഴുകുന്ന നദികളെല്ലാം ഫോം ചെയ്യുന്നത് എസ്റ്റുറീസും കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ഫോം ചെയ്യുന്നത് എന്താണ്? ഡെൽറ്റാസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. കിഴക്ക് ഹിമാലയ പർവ്വതം, പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് ബംഗാൾ ഉൾക്കടൽ, വടക്ക് അറബിക്കടൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അതിർത്തി നോർത്തിൽ എന്താ ഉള്ളത്? നോർത്തില് ഹിമാലയൻ പർവ്വതം അല്ലെ. അതായത് വടക്കാണ് ഹിമാലയൻ പർവ്വതം. സോ 4A. ഇനി തെക്ക് താഴെയാണ് എന്തുള്ളത്? താഴെയാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. അതായത് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പം 3B. അടുത്ത് നോക്കിക്കേ, വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഈ ഭാഗത്ത് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈ ഭാഗത്ത് നമുക്ക് അറേബ്യൻ ഓഷ്യൻ ആണ് കാണാൻ സാധിക്കുന്നത്. സോ പടിഞ്ഞാറ് അറബിക്കടൽ. അടുത്തത് ഈസ്റ്റ്. ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്. സോ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. അപ്പം 1C വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. 1C വരുന്ന ഓപ്ഷൻ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 1C, 2D, 3B and 4A എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊന്നും നിങ്ങൾ ഒരിക്കലും മാർക്ക് കളയരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിയില്ലാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡ്യൂറൻ ലൈൻ, മക്മോഹൻ ലൈൻ, ശിവാലിക് ലൈൻ ആൻഡ് റാഡ്ക്ലിഫ് ലൈൻ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി റാഡ്ക്ലിഫ് ലൈൻ ആണ് അല്ലെ. റാഡ്ക്ലിഫ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്യൂറൻ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ്? ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി
അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ഒരു ലൈൻ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ എന്ന് അറിയപ്പെടാറുണ്ട്. അടുത്താണ് മക്മോഹൻ ലൈൻ. മക്മോഹൻ ലൈൻ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി രേഖകളാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അതിർത്തി രേഖകളും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് വിൻസിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് എന്നുള്ള ഭാഗത്തു നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. സോ ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. അടുത്തത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഇത് ഏത് കാറ്റിനെ പറ്റിയിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ലൂ ആണ് അല്ലെ. ലൂവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾക്ക് ഈ ആൻസറിലോട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. കാരണം ഈ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ്, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു എന്നുള്ള തേർഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ലോകത്തിലെ വിവിധ പ്രാദേശികവാദങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓരോ പ്രാദേശികവാദങ്ങളെ പറ്റിയും നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലൗഡ്സിന്റെ ടൈപ്പ് ഓഫ് ക്ലൗഡ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഇരുണ്ട ചാരനിറം എന്നുള്ള കീവേഡിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നമ്മൾ മഴമേഘങ്ങൾ അല്ലെ, മഴ പെയ്യുന്ന സമയത്തല്ലേ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് കളറുള്ള മേഘങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുക. സോ അത്തരത്തിലുള്ള മേഘങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ, മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ, നിംബസ് ക്ലൗഡ്സ് എന്നാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, നിംബസ് മേഘങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ സ്ട്രാറ്റസ് ക്ലൗഡ്സ്, സീറസ് ക്ലൗഡ്സ്, ക്യൂമുലസ് ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞ പല മേഘങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ഓരോ മേഘങ്ങൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ക്യൂമുലസ് ക്ലൗഡ്സ് ആണ്. ഇനി നമ്മുടെ ഫെദർ പോലെ, തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്, സീറസ് ക്ലൗഡ്സ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ മേഘങ്ങളുടെ ഓരോ സവിശേഷതകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതും കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. പക്വതയാർന്ന ഘട്ടം, യുവത്വഘട്ടം, പ്രായമാർന്ന ഘട്ടം, എല്ലാ ഘട്ടത്തിലും. അപ്പം നമ്മൾ നദികളുമായി ബന്ധപ്പെട്ട ഈ നദിയുടെ സ്റ്റേജസുമായി ബന്ധപ്പെട്ട വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഓരോ ഘട്ടങ്ങളെയും പറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, പക്വതയാർന്ന ഘട്ടമാണ് അല്ലെ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, യുവത്വഘട്ടമാണ്. അപ്പൊ നമുക്കറിയാം നദി അതിന്റെ യുവത്വഘട്ടത്തിലാണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടിരിക്കുക അല്ലെ. ഏറ്റവും എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് അതിന്റെ യൂത്ത് സ്റ്റേജിലാണ്. സോ ഈ ഒരു യൂത്ത് സ്റ്റേജിലാണ് നദി വാട്ടർഫോൾസ് വരുന്നതും, വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നദി ഒരു വീരൂപ താഴ്വരകൾ ഉണ്ടാക്കുന്നതും യുവത്വഘട്ടത്തിലാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു പ്രായമാർന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നദിയുടെ സ്പീഡ് കുറയാൻ തുടങ്ങും. അതായത് ഏജ് ആകുമ്പോൾ നമുക്ക് എനർജി കുറയും. സോ നമുക്ക് എനർജി കുറയുന്നത് പോലെ തന്നെ നദിക്കും നദിയുടെ എനർജി കുറയാൻ വേണ്ടി തുടങ്ങും. നദി പതിയെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ നദി പതിയെ ഒഴുകുമ്പോഴാണ് ഡെപ്പോസിഷൻ കൂടുന്നതും അല്ലാത്ത ഡെൽറ്റാസും കാര്യങ്ങൾ, അതുപോലെ ഫ്ലഡ് പ്ലെയിൻസ്, ഡെൽറ്റാസ് തുടങ്ങിയ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പം യുവത്വഘട്ടം തൊട്ടിട്ട് പക്വതയുള്ള ഘട്ടം വരെ, യുവത്വഘട്ടം തൊട്ടിട്ട് ഓൾഡ് സ്റ്റേജ് വരെയുള്ള ഘട്ടങ്ങളിൽ നദി ഏതൊക്കെ ഭൂരൂപങ്ങൾ ഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയുടെ പുറന്തോടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിങ്ങൾ കീവേഡ് നോക്കണം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇത് നോക്കിക്കേ. കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോട് കനം കുറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. അടുത്ത നോക്കിക്കേ. പുറന്തോടിന് മാന്റിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട്. ഇതിന്റെ ആൻസർ ഓൾറെഡി ഇവിടെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, 1 and 2 ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണല്ലേ. എന്തുകൊണ്ടാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലാണ്ടായ? പുറന്തോട് മാന്റിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട്. ഉയർന്ന സാന്ദ്രതയല്ല, കുറഞ്ഞ സാന്ദ്രതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, 1 and 2 ഓൺലി എന്നുള്ളതാണ്.
അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അവസാദ ശിലകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, എന്നിട്ട് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പാറകൾ വളരെ മൃദുവാണ്, അതുപോലെ തന്നെ അവ പല പാളികളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ ഈ മൂന്നെണ്ണത്തിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇത് മൂന്നെണ്ണം ശരിയാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ അവസാദ ശിലകൾ അല്ലെങ്കിൽ നമ്മുടെ സെഡിമെന്ററി റോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോ റോക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. നേരത്തെ നമുക്ക് റോക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിരുന്നു. സോ റോക്ക് നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ട് തന്നെ പോകാവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും ആണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പരീക്ഷ വരുന്നത് മെയ് 24-നാണ്. ഫസ്റ്റ് ഫേസ് ഡിഗ്രി ലെവൽ പരീക്ഷ വരുന്നത്. സെക്കൻഡ് ഫേസ് വരുന്നത് ജൂൺ 28-നാണ്. അപ്പൊ ജൂൺ 28-ലേക്ക് നമുക്ക് ഇനി ഒരു 30ഓളം ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലേ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഒരു 30 ദിവസം നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രിലിമിനറി പരീക്ഷ കടക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഫേസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിന്റെ പേരാണ് മിറാക്കിൾ 2.0. ഈ ബാച്ചിന്റെ ഭാഗമായി പ്രിലിമിനറി ഫസ്റ്റ് ഫേസ് എക്സാം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു 30 days സ്റ്റഡി പ്ലാനും വീക്ക്ലി 3 ലൈവുകൾ വെച്ച് 12 ലൈവ് ക്ലാസ്സുകളും 10 മോക്ക് എക്സാംസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്